വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ആദ്യം തന്നെ എനിക്ക് എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ആട്ടോ പറയാനുള്ളത്. കാരണം ഇന്ന് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കറക്റ്റ് 1 മന്ത് ആവുകയാണ്. അപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 786 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 786 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം എല്ലാവരോടും ഒരു വലിയ താങ്ക്സ് എനിക്ക് പറയാനുണ്ട് കേട്ടോ, സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ക്യാരക്ടറിസ്റ്റിക്സിനനുസരിച്ചിട്ട് എങ്ങനെയാണ് റൈറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യണത് എന്നുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരം വൈകിക്കാതെ വേഗം വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഹെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ചിലവർ പറയാറുണ്ട് എനിക്ക് ഭയങ്കര തിൻ ഹെയർ ആണ്, ചിലവർ പറയാറുണ്ട് എനിക്ക് നല്ല തിക്ക് ഹെയർ ആണ്, ചിലവർ പറയാറുണ്ട് എനിക്ക് ഫൈൻ ഹെയർ ആണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. അപ്പോൾ തിൻ ഹെയർ അല്ലെങ്കിൽ തിക്ക് ഹെയർ അല്ലെങ്കിൽ മീഡിയം ഹെയർ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഡെൻസിറ്റി വെച്ചിട്ട് നോക്കണ കാര്യമാണ്. അതായത് നമ്മുടെ തലയിലുള്ള നമ്പർ ഓഫ് ഹെയർസിന്റെ എണ്ണം വെച്ചിട്ട് നോക്കണ കാര്യമാണ് ഈ തിൻ, തിക്ക്, മീഡിയം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ തലയിൽ നമ്പർ ഓഫ് ഹെയർസിന്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിക്ക് ഹെയർ ആണ്, നമ്പർ ഓഫ് ഹെയർസിന്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തിൻ ഹെയർ ആണ്, കൂടുതലും ഇല്ല കുറവും ഇല്ല നടുക്കാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മീഡിയം ഹെയർ ആണ്. അപ്പൊ എന്റെ നോക്കുകയാണെങ്കിൽ എനിക്കൊരു മീഡിയം തിക്നെസ് ഉള്ള ഹെയർ ആണ് ഉള്ളത്. ഇനി അടുത്തത് ഫൈൻ ഹെയർ എന്താണ്, കോഴ്സ് ഹെയർ എന്താണെന്നുള്ളതാണ്. ഫൈൻ ഹെയർ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഹെയർ സ്ട്രാൻഡ് എടുക്കുമ്പോൾ അതിൻ്റെ ഡയാമീറ്റർ ഭയങ്കര കുറവായിരിക്കും. അതായത് നമ്മളൊരു മുടിയുടെ ഇഴ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ മുടി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുക പോലുമില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫൈൻ ഹെയർ എന്ന് പറയുക. ഇനി കോഴ്സ് ഹെയർ എന്താന്ന് പറഞ്ഞാൽ ഓരോ ഹെയർ സ്ട്രാൻഡിൻ്റെയും ഡയാമീറ്റർ കൂടുതലായിരിക്കും. അപ്പം നമുക്കിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഹെയർ അവിടെ ഉള്ളത് ഫീൽ ചെയ്യാൻ പറ്റും. അത് കുറച്ച് തിക്കായിരിക്കും ഒരു ഹെയർ സ്ട്രാൻഡ് തന്നെ. അതാണ് കോഴ്സ് ഹെയർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നോക്കുകയാണെങ്കിൽ എന്റെ ഭയങ്കര ഫൈൻ ആയിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. പിന്നെ ഈ ഫൈൻ ആയിട്ടുള്ള ഹെയറിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാൽ അത് സിൽക്കി ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, വേഗം കെട്ടിപ്പിടിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ ഫൈൻ ആയിട്ടുള്ള ഹെയർ ഉള്ളവർക്ക് മുടിയിൽ ഹീറ്റ് കൊടുത്താൽ തീരെ പറ്റില്ല, വേഗം സ്പ്ലിറ്റൻസ് വരും. ഒരു വട്ടമൊക്കെ നമ്മൾ അയൺ ചെയ്താൽ തന്നെ നമ്മുടെ മുടിയുടെ അടി ഫുള്ള് സ്പ്ലിറ്റൻസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവര് ഹീറ്റ് ഡാമേജിന് കൂടുതൽ പ്രോൺ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്റ്റൈലിംഗ് ഒക്കെ മാറ്റി വെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫൈൻ ഹെയർ ഉള്ളവർക്ക് വേഗം മുടി പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ഓരോ ഇഴയും ഭയങ്കര തിന്നാണല്ലോ, അതുകൊണ്ട് തന്നെ വേഗം പൊട്ടിപ്പോട്ടോ. അത് കാരണം നമ്മൾ നല്ല ശ്രദ്ധിച്ച് വേണം മുടി കോംബ് ചെയ്യാനും എല്ലാം. നമ്മളൊരു വൈറ്റ് ടൂത്ത് കോംബ് തന്നെ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഇനി കോഴ്സ് ഹെയറിന്റെ പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഓരോ ഹെയർ സ്ട്രാൻഡ്സിന്റെ ഡയാമീറ്റർ കൂടിയത് കൊണ്ട് തന്നെ അവർക്ക് ഹീറ്റ് സ്റ്റൈലിംഗ് കൊണ്ട് അധികം ഡാമേജ് ഒന്നും മുടിക്ക് ഉണ്ടാവാൻ പോകുന്നില്ല. എന്നാലും ഉണ്ടാവും, എന്നാലും നമ്മൾ ഫൈൻ ഹെയർ ഉള്ള ആൾക്കാരുടെ അത്രയും ഡാമേജ് കോഴ്സ് ഹെയർ ഉള്ളവർക്ക് വരാൻ ചാൻസ് ഇല്ല. പക്ഷെ അവരുടെ മുടി നോക്കുകയാണെങ്കിൽ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള മുടിയായിരിക്കും. അപ്പൊ ഫ്രിസി ആയിട്ടുള്ള മുടി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്യാന്നുള്ളതാണ് അവരുടെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കാര്യം. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവർക്ക് ഫൈൻ ആയിട്ടുള്ള തിൻ ഹെയർ ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് ഫൈൻ ആയിട്ടുള്ള തിക്ക് ഹെയർ ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് കോഴ്സ് ആയിട്ടുള്ള തിൻ ഹെയർ ആയിരിക്കും ഉണ്ടാവുക, ചിലർക്ക് കോഴ്സ് ആയിട്ടുള്ള തിക്ക് ഹെയർ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഹെയർ ഏതാണെന്ന് അനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് വേണം ഹെയർ പ്രോഡക്ട്സ് ചൂസ് ചെയ്യാനായിട്ട്. ഇപ്പൊ നമ്മുടെ ഹെയർ ഫൈനും തിന്നും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളുടെ ഹെയറിനെ വെയ് ഡൗൺ ചെയ്യണ പോലത്തെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഷാംപൂസ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് വോളിയമൈസിങ് ആയിട്ടുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാൻ. പക്ഷെ കണ്ടീഷണർ നോക്കുകയാണെങ്കിൽ നമ്മൾ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് തന്നെ യൂസ് ചെയ്യണം. എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈൻ ഹെയർ ആയത് കാരണം വേഗം പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മുടിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നോക്കുകയാണെങ്കിൽ മുടിനെ നല്ല ഒട്ടിപ്പിടിക്കണ പോലത്തെ ബട്ടറി കൺസിസ്റ്റൻസിയിലുള്ള പ്രോഡക്ട്സ് ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫൈനും തിക്ക് ഹെയർ ആണെങ്കിലും ഇതേപോലുള്ള ഷാംപൂസും കണ്ടീഷണേഴ്സും ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ ഹെയറിൽ ബിൽഡപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിലിക്കൺ ഫ്രീ ആയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണേഴ്സും പ്രിഫർ ചെയ്യുക. അതേപോലെ തന്നെ തിക്കായിട്ടുള്ള ഓയിൽസ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ആവണക്കെണ്ണ, അതൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള ഓയിലാണ്, അതൊന്നും നമ്മുടെ മുടിയിൽ അധികം വർക്ക് ചെയ്തൊന്നും വരില്ല. അപ്പം അങ്ങനെയുള്ള ഓയിൽസ് പ്രത്യേകം ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് കോഴ്സും തിൻ ഹെയറോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഷാംപൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയ്റ്റ്ലെസ് ആയിട്ടുള്ള മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള എന്നാൽ ഹെയറിന് വോളിയം കൊടുക്കുന്ന തരത്തിലുള്ള ഷാംപൂസ് വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടീഷണേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുടിനെ വേ ഡൗൺ ചെയ്യുന്ന പോലത്തെ കുറേ ബട്ടറി ആയിട്ടുള്ള കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നാൽ ഹൈഡ്രേറ്റിംഗ് ആയ കണ്ടീഷണേഴ്സ് യൂസ് ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കോഴ്സും തിക്ക് ഹെയറും ആണെങ്കിൽ നമ്മുടെ മുടി ഭയങ്കര ഫ്രിസി ആയിരിക്കും. അപ്പം നമ്മൾ യൂസ് ചെയ്യേണ്ട ഷാംപൂസും കണ്ടീഷണേഴ്സും എല്ലാം ഭയങ്കര മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാംപൂസും കണ്ടീഷണേഴ്സും ആയിരിക്കണം. അപ്പോൾ ഈ എല്ലാ ഹെയർ ടൈപ്സിനും ഹെയർ ക്യാരക്ടറിസ്റ്റിക്സിനും പറ്റിയ ഷാംപൂസിൻ്റെയും കണ്ടീഷണേഴ്സിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.